ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ അറബിക് സബ്ജക്റ്റിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യനുമായിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇഷ്തറ ഉൾമറു ഷെത്തലാത്തിൽ ഫവാക്കി. ഉൾമർ കുറച്ച് തൈകൾ, പഴങ്ങളുടെ തൈകൾ വാങ്ങി. ഇഷ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി, ഷെൽത്തലാത്ത് തൈകൾ, അൽ ഫവാക്കിഹി പഴങ്ങളുടെ. ഓക്കെ, സോ ഉൾമർ ഇവിടെ കുറച്ച് പഴങ്ങളുടെ തൈകൾ വാങ്ങി. അടുത്തത് ഷെത്തലാത്തി ഫിൽ മസ്റഅത്തി. കൃഷിസ്ഥലത്ത് ഈ തൈകളൊക്കെ നട്ടു. അറസ എന്ന് പറഞ്ഞാൽ നട്ടു, വളർത്തി എന്നാണ്. ഇനി അടുത്ത 3ാമത്തെ സെൻറ്റൻസ് നോക്കാം. ഹസ്വല ഉമറു വല ഫവാക്കിഹ കസീറത്തി. നട്ടുപിടിപ്പിച്ചതിൽ നിന്നെല്ലാം ഒരുപാട് ഫലങ്ങൾ അവൻക്ക് കിട്ടി. ബാൽ ഫവാക്കിഹ വറബിയ മിൻ കസീറ. എല്ലാ പഴങ്ങളെയും ബാള എന്ന് പറഞ്ഞാൽ വിറ്റു. ഫവാക്കിഹ് പഴങ്ങളൊക്കെ എന്താണ്, വിറ്റു. എന്നിട്ട് അതിൽ നിന്ന് ഒരുപാട് ലാഭവും കിട്ടി. അവസാനത്തെ സെൻറ്റൻസ് സ്വാറ ഉമർ വനിയൻ വതാജിറൻ മഷ്ഹൂറൻ. ഉമറായി എന്താണ്, വനിയൻ സമ്പന്നനും വതാജിറൻ മഷ്ഹൂറൻ അറിയപ്പെട്ട കച്ചവടക്കാരനുമായി മാറി. സോ ഇത്രയും 5 സെൻറ്റൻസുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് താഴെ നിങ്ങൾക്കൊരു ചോദ്യം വന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, മൻ കററ വല റീത്ത ഇൽ മാലി. ഉമർ തൻ്റെ പൈസ കൊണ്ട് എന്താണ് ചെയ്തതെന്നാണ് ചോദിച്ചത്. അത് നിങ്ങൾ തൊട്ട് മുൻപേ നമ്മൾ വായിച്ച സെൻറ്റൻസിൽ നിന്നാണ് ഉത്തരം എടുത്ത് എഴുതേണ്ടത്. അവിടെ ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പൈസ കൊണ്ട് എന്താണ്, തൈകൾ വാങ്ങിയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ വരിയാണ് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതേണ്ടത്. ഇഷ്തര ഉമറു ഷെത്തലാത്തിൽ ഫവാക്കിഹിം, പഴങ്ങളുടെ തൈകൾ വാങ്ങി. ഇനി 2ാമത്തെ ചോദ്യം, മൻ അഫ്കക നസീബഹു ബിലാ കസ്ബിൻ. തൈകൾ കൊണ്ട് ഉമർ എന്താണ് ചെയ്തത്, അത് നമുക്ക് തന്നിട്ടുണ്ട്. 2ാമത്തെ സെൻറ്റൻസ്, തൈകൾ കൃഷിസ്ഥലത്ത് കുഴിച്ചിട്ട്. വറസ ഷെത്തലാത്തി ഫിൽ മസ്റഅത്തി. കൃഷിസ്ഥലത്ത് വറസ ഷെത്തലാത്ത് തൈകൾ കുഴിച്ചിട്ടു. നിങ്ങൾ ഈ സെൻറ്റൻസ് എടുത്തിട്ട് 2ാമത്തെ ചോദ്യത്തിന് നേരെ എഴുതി കൊടുക്കുക. 3ാമത്തെ ചോദ്യമാണ്, മൻ അഫ്കക നസീബഹു ഫി സിറാഅത്തി വത്തിജാറത്തി. പഴങ്ങൾ കൊണ്ട് ഉമർ എന്താണ് ചെയ്തതെന്ന് അത് നമ്മൾ ചാർട്ടിൽ തന്നിട്ടുണ്ട്. എന്താണ്, പഴങ്ങൾ വിൽക്കുകയാണല്ലേ ചെയ്തത്. ഇതിൽ 4ാമത്തെ വരി, ബാൽ ഫവാക്കി വറബിഹ മിൻഹു കസീറൻ. പഴങ്ങൾ കൊണ്ടുപോയിട്ട് വിൽക്കുകയും ചെയ്ത് അതിൽ നിന്ന് ഒരുപാട് ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എക്സാമിന് കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ട് അതിൻ്റെ താഴെ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. സോ ഇതിന് ഉത്തരങ്ങൾ എവിടെ തന്നെ ഉണ്ടാവും, കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള സെൻറ്റൻസുകളിൽ ഉണ്ടാവും. അതിൽ നിന്ന് താഴേക്ക് നിങ്ങൾ കറക്റ്റായതിന് എടുത്ത് എഴുതിയാലും മതി. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഫീലും ഫായിലും തിരിച്ചറിഞ്ഞ് എഴുതാനാണ്. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. കതബ ദാരിസു ദർസ. കതബ എന്ന് പറഞ്ഞാൽ എന്താണ്, എഴുതി. ദാരിസു വിദ്യാർത്ഥി, ദർസ പാഠങ്ങൾ. സോ ഇവിടെ ഒരു വിദ്യാർത്ഥി പാഠങ്ങൾ എഴുതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫീൽ എന്താണ്, ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയാണ്. ഒരാൾ എന്തൊരു കാര്യമാണോ ചെയ്തത് അതിനാണ്, ആ ഒരു പ്രവൃത്തിക്കാണ് നമ്മൾ ഫീൽ എന്ന് പറയുന്നത്. അതായത് എഴുതുക, വായിക്കുക, കഴിക്കുക, ഓടുക, അങ്ങനെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ പ്രവർത്തനങ്ങളില്ലേ, അതിനാണ് ഫീൽ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ്, കുട്ടി വിദ്യാർത്ഥി എഴുതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ പ്രവൃത്തി എഴുതി എന്നാണ്, കതബ എന്നാണ്. സോ നിങ്ങൾ അവിടെ ഫീലിൻ്റെ നേരെ താഴെ കതബ എന്ന് എഴുതുക. ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു പ്രവൃത്തി ചെയ്തത് ആരാണോ അതാണ് ഫായിൽ. ഇവിടെ നമ്മൾ പറഞ്ഞു എഴുതി എന്നുള്ളതാണ് ഫിയൽ, പ്രവർത്തനം എന്ന് പറയുന്നത്. അത് ആരാണ് ചെയ്തത്, ആരാണ് എഴുതിയത്, ദാരിസു വിദ്യാർത്ഥിയാണ് എഴുതിയത്. സോ ഇവിടെ വിദ്യാർത്ഥിയാണ് ഫായിൽ എന്ന് പറയുന്നത്. അടുത്തൊരു സെൻറ്റൻസ് നോക്കിക്കേ. ഇതിൽ ഏതാണ് ഫിയൽ എന്നും ഏതാണ് ഫായിൽ എന്നും നിങ്ങൾ എടുത്തെഴുതണം. ഇവിടെ സെൻറ്റൻസ് എന്താണ്, അഹദൽ അബുൽ ജവാലു. അഹദ എന്ന് പറഞ്ഞാൽ എടുത്തു, അല്ല അബു ഉപ്പ എടുത്തു. എന്താണ്, അൽ ജവാല ഫോൺ എടുത്തു. സോ ഇവിടെ എന്താണ് പ്രവൃത്തി വരുന്നത്, എന്താണ് ചെയ്തിരിക്കുന്നത്, ഇവിടെ എടുത്തു, എടുക്കുകയാണ് ചെയ്തത് അല്ലേ. ആരാണ് എടുത്തത്,
ഉപ്പ അൽ അബു ആണ് എടുത്തത്. സോ ഇവിടെ ഫിയൽ എന്ന് പറയുന്നത് പ്രവൃത്തി എന്ന് പറയുന്നത് എടുക്കുക, എടുത്തു എന്നുള്ളതാണ്. അത് അഹദ എന്നാണ്. സോ നിങ്ങൾ അവിടെ അഹദ എന്ന വാക്ക് ഫിയലിൻ്റെ കോളത്തിലേക്ക് എഴുതുക. ആരാണ് എടുത്തത്? ഉപ്പയാണ് എടുത്തത് അല്ലേ? ഫോൺ എടുത്തത് ഉപ്പയാണ്. സോ നിങ്ങൾ അവിടെ അബുൻ എന്നുള്ളത് ഫായിലിൻ്റെ കോളത്തിലേക്ക് എടുത്തെഴുതുക. ഇനി നമുക്ക് മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കാം. ഷെരിബത്തിൽ ബിൻതുൽ മാ അ. എന്താണ് ഷെരിബത്ത് എന്ന് പറഞ്ഞാൽ കുടിക്കുക. ഷെരിബത്തിൽ ബിൻതു, ഇവിടെ പെൺകുട്ടിയാണ് കുടിച്ചത്. എന്ത്? അൽ മാ അ, വെള്ളം. പെൺകുട്ടി വെള്ളം കുടിച്ചു എന്നാണ്. ഇവിടെ എന്താണ് അവൾ ചെയ്തിട്ടുള്ളൊരു പ്രവൃത്തി എന്താണ്? കുടിക്കുക, വെള്ളം കുടിക്കുകയാണ് ചെയ്തത്. സോ ഷെരിബത്ത എന്നാണ് ഫീല്. ഷെരിബത്ത് എന്ന് പറയുന്നതാണ് ഫിയല്. ആരാണ് ഇവിടെ വെള്ളം കുടിച്ചത്? പെൺകുട്ടി, ബിൻതി. സോ നിങ്ങൾ അവിടെ ബിൻതുൻ എന്നുള്ളത് ഫായിലിലേക്ക് എഴുതുക. ഇനി നമുക്ക് അടുത്തത് നാലാമത്തത് ദഹബ അമീനുൻ ഇലൽ ബൈത്തി. ദഹബ അമീനുൻ, അമീന് പോയി. എങ്ങോട്ടാ പോയത്? ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. സോ ഇവിടെ പറയാണ് അമീൻ വീട്ടിലേക്ക് പോയി. എന്താണ് ഇവിടെ അമീൻ ചെയ്തത്? പോവുകയാണ് അവൻ ചെയ്തത്. അവൻ ചെയ്ത പ്രവൃത്തിയാണ് പോവുക. സോ ഇവിടെ ദഹബ എന്ന് പറയുന്നതാണ് പ്രവൃത്തി, ഫിയല്. സോ നിങ്ങൾ ഇവിടെ ഫിയലിൻ്റെ കോളത്തിൽ എന്ത് എഴുതണം? ദഹബ എന്ന് എഴുതി കൊടുക്കണം. ഇനി ഫായിലിൻ്റെ കോളത്തിൽ എന്താണ് എഴുതേണ്ടത്? ആരാണ് പോയത്? ഇവിടെ അമീൻ ആണ്. അമീൻ എന്നൊരു വ്യക്തിയാണ് പോയത്. സോ നിങ്ങൾ അവിടെ ഫായിലിൻ്റെ കോളത്തിൽ അമീൻ എന്നും എഴുതി കൊടുക്കുക. നമ്മുടെ ചോദ്യങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഫിയലും ഫായിലും വേർതിരിച്ച് എഴുതാൻ നിങ്ങൾക്ക് എക്സാമിന് മിക്കവാറും ചോദിച്ചേക്കാവുന്ന ഒരു ചോദ്യമാണ്. സോ ഫിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രവൃത്തിയാണ്, പ്രവർത്തനങ്ങൾക്കാണ് ഫിയൽ എന്ന് പറയുന്നത്. ആ പ്രവർത്തനം ചെയ്ത വ്യക്തിക്കാണ് നമ്മൾ ഫായിൽ എന്ന് പറയുന്നത്. സോ മക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ ഓൾ ദ ബെസ്റ്റ് for your exam. Thank you.